ഞാൻ ഇന്ന് ചെയ്യും, ഞാൻ നാളെ ചെയ്യും, വരുന്ന ഓണം മുതൽ ഞാൻ ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ക്രിസ്മസിന് തുടങ്ങിയാലോ, അതുമല്ലെങ്കിൽ എൻ്റെ ജന്മദിനം മുതൽ മാറാം, പുതുവർഷം വരാൻ പോകുകയല്ലേ, അടുത്ത വർഷം മുതൽ എല്ലാം മാറ്റാം എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും വെറുതെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. എന്നാൽ ഒന്നും നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കുന്നില്ല. അതെന്താണ് അങ്ങനെ? ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും ഒന്നും തന്നെ ചെയ്തു തീർക്കാതെ ഇതുപോലെ തന്നെ ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. സോഷ്യൽ മീഡിയയും ലഹരിയുമെല്ലാം പലരുടെയും ജീവിതത്തെ വല്ലാതെ തടങ്കലിലാക്കിയിരിക്കുകയാണ്. ഈ മതിലുകൾ തകർത്ത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പറക്കേണ്ട സമയമായിരിക്കുന്നു. 21 ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ മാറും. എന്തുകൊണ്ട് 21 ദിവസത്തിന്റെ കാര്യം പറഞ്ഞു എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. 25 30 ദിവസം എന്തുകൊണ്ടായിക്കൂടാ? 1950 മാക്സ്വെൽ മാൽസ് എന്നൊരു എഴുത്തുകാരൻ ജീവിച്ചിരുന്നു. അദ്ദേഹം സൈക്കോ സൈബർനെറ്റിക്സ് എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. 21 ദിവസം കൊണ്ട് ആൾക്കാരുടെ ശീലങ്ങൾ മാറ്റുന്നതിനെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. നമ്മളിൽ പലർക്കും എല്ലാ ശീലങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. പുകവലിക്കുന്നവർക്ക് ആഹാരം കഴിച്ചതിന് ശേഷം പുകവലിക്കാൻ തോന്നും. അതുപോലെ മാനസിക വിഷമങ്ങൾ ഉള്ളവർക്ക് മദ്യപാന ശീലവും ഉണ്ടാകും. നിങ്ങളുടെ ഈ ശീലങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ 21 ദിവസം മാത്രം മതിയാകും. നിങ്ങളുടെ ഒരു ശീലം മാറ്റിയാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട പല ശീലങ്ങളും നിങ്ങൾ മറന്നുപോകും. അതിനായി അടുത്ത 21 ദിവസങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട 5 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇനി പറയാൻ പോകുന്നത്. സെൽഫോണിന്റെ ഉപയോഗം കുറയ്ക്കുക. കുറച്ചു നാളത്തേക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ മാറ്റിവെച്ചാൽ മാത്രം മതിയാകും നിങ്ങളുടെ പല ശീലങ്ങളിലും മാറ്റമുണ്ടാകാൻ. നിങ്ങളെ മറന്നുകൊണ്ട് നിങ്ങളുടെ വിരലുകൾ ദിവസം മുഴുവനും ഉരസുന്ന സ്ഥലമാണ് മൊബൈൽ ഫോൺ. എഴുന്നേറ്റയുടനെ തന്നെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കുന്നവരാണ് പലരും. ജോലിയില്ലാതെ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കാറുണ്ട്. ആഹാരം കഴിക്കുന്ന സമയത്ത് ചിലർക്ക് TV കാണുന്ന ശീലമുണ്ട്. അതുപോലെ ഉറങ്ങുന്ന സമയത്തും പലരും മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ട്. ജീവിതത്തിൽ എങ്ങനെയാണ് മുന്നേറുന്നതെന്ന് എപ്പോഴെങ്കിലും തീരുമാനിക്കേണ്ട ഒരു അവസരം വന്നാൽ അതിനുവേണ്ടി നിങ്ങൾ തിരയുന്നതും മൊബൈൽ ഫോണിലാണ്. അതുകൊണ്ട് തന്നെ അടുത്ത 21 ദിവസത്തേക്ക് നിങ്ങൾ മൊബൈലിന്റെ ഉപയോഗം മാറ്റിവെക്കണം. അതിരാവിലെ എഴുന്നേൽക്കുക. അതിരാവിലെ എഴുന്നേൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം രാവിലെയുള്ള കാറ്റും സൂര്യപ്രകാശവും നിങ്ങൾക്ക് വളരെയധികം ഉന്മേഷം നൽകും. ആ ദിവസം ചെയ്തു തീർക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം രാവിലെ തന്നെ ചെയ്യണം. അത് നിങ്ങളെ വിജയത്തിലെത്തിക്കും. അതിരാവിലെ എഴുന്നേൽക്കുന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. എന്നാൽ അടുത്ത 21 ദിവസത്തേക്ക് നിങ്ങൾ അതൊന്ന് ശ്രമിച്ചു നോക്കൂ. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് 5 മണി കഴിഞ്ഞാൽ ഉറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലെത്തും. ശരീരം ദൃഢമായി സൂക്ഷിക്കുക. അസ്ഥിരമായ ശരീരത്തിൽ മനസ്സും അസ്ഥിരമായ അവസ്ഥയിലായിരിക്കും. യോഗ ചെയ്യണോ, ജിമ്മിൽ പോകണോ, ആയോധനകല പഠിക്കണോ തുടങ്ങിയ ഏത് കാര്യത്തിനും നമുക്ക് ഇവിടെ ഒരു കുറവുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും നിങ്ങൾക്ക് ചെയ്യാം. ഹൈപ്പർ ടെൻഷനും പ്രമേഹവും ഒക്കെ പിടിപെട്ട് ഒരു ലഡു കഴിക്കുന്നതിന് പോലും അരമണിക്കൂർ ചിന്തിക്കേണ്ട സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകാതെ സൂക്ഷിക്കണം. ശരീരത്തിന്റെ പൂർണ്ണമായ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി അടുത്ത 21 ദിവസത്തേക്ക് ഏതെങ്കിലും രീതിയിൽ ശരീരം ചലിപ്പിച്ചുകൊണ്ടിരിക്കുക. നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ഓൺലൈനിൽ ഗെയിം കളിക്കുന്ന സമയത്ത് പുറത്തുപോയി നിങ്ങൾക്ക് സുഹൃത്തുക്കളോടൊപ്പം ഗെയിം കളിക്കാം. സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്നതിന് പകരം നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാം. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയതായി പഠിക്കുകയും ചെയ്യാം. എന്ത് കാര്യത്തിനാണെങ്കിലും ഇവിടെ ധാരാളം അവസരങ്ങൾ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ കുറേശ്ശെയായി നല്ല ശീലങ്ങൾ നിങ്ങളിൽ വളർത്തിയെടുക്കണം. അതിൽ ഒരു സുവർണ അവസരം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താം. ഫാസ്റ്റ് റീബൂട്ട് 90 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പേഴ്സണൽ മെന്ററിംഗ് പ്രോഗ്രാം. അതെ, ഒരാൾക്ക് ഒരു പേഴ്സണൽ മെന്റർ. സ്ഥിരതയാർന്ന വ്യക്തിഗത പരിശീലനങ്ങളിലൂടെ നിങ്ങളിലെ കൺസിസ്റ്റൻസി നിലനിർത്തി നിങ്ങളെ റീബൂട്ട് ചെയ്തെടുക്കുന്നു. ജീവിത പ്രതിസന്ധികളെ ചലഞ്ചുകളായി നേരിടാൻ പര്യാപ്തമാക്കുന്ന ടാസ്കുകളും ടെസ്റ്റ് ചലഞ്ചുകളും നൽകി നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ നിരന്തരമായ ഫോൺ സംഭാഷണങ്ങളിലൂടെ ഗൈഡ് ചെയ്യാനും പുതുശീലങ്ങൾക്ക് പുതുജീവൻ നൽകി നിങ്ങളെ കണ്ടെത്തി സ്വയം പര്യാപ്തത കൈവരിക്കാനും അവർ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. കൂടാതെ ലൈവ് ക്ലാസ്സുകളിലൂടെ ജീവിത പാഠങ്ങൾ നൽകാൻ ഒരു ലൈഫ് കോച്ചും മൈൻഡ് മാനേജ്മെന്റിന് ഒരു മെഡിറ്റേഷൻ ഇൻസ്ട്രക്ടറും നിങ്ങൾക്ക് കൂടെയുണ്ടാകും. കൂടാതെ ലൈഫ് ടോപ്പിക് വീഡിയോസ്, ഓഡിയോ ബുക്സ്, അഫർമേഷൻസ്, ആർട്ടിക്കിൾസ്, കോട്ട്സ്, കമന്ററീസ് തുടങ്ങിയ ഒരു ശേഖരവും നിങ്ങളെ കാത്തിരിക്കുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആത്മനിയന്ത്രണം. എന്തൊക്കെ ഉണ്ടെങ്കിലും ആത്മനിയന്ത്രണം ഇല്ല എങ്കിൽ അതൊരു വലിയ പോരായ്മ തന്നെയാണ്.
ഒരു വശത്ത് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുന്ന നിങ്ങൾ ഒരു വശത്ത് വീണ്ടും മൊബൈൽ ഫോണിനും സോഷ്യൽ മീഡിയയ്ക്കും അടിമപ്പെട്ടാൽ അവിടെ മാറ്റങ്ങൾ ഉണ്ടാകില്ല. ഏത് വേണം വേണ്ട എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. കാണുന്ന കാര്യങ്ങളിലേക്കെല്ലാം ശ്രദ്ധ കൊടുക്കാതിരിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ കേട്ടാൽ മറ്റുള്ളവരോട് പോയി പറയുന്ന സ്വഭാവം അവസാനിപ്പിക്കുക. നല്ല കാര്യങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കാനും ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ആത്മനിയന്ത്രണം പാലിക്കണം. അടുത്ത 21 ദിവസത്തേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായി ചെയ്യാൻ ശ്രദ്ധിക്കണം. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കണം. ഒരു കാര്യവും നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ സാധിക്കില്ല എന്ന് കരുതി മടി പിടിച്ച് മാറ്റിവെക്കാതെ ഇപ്പോൾ തന്നെ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത 21 ദിവസത്തിനുള്ളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്ക് ഗുഡ് ബൈ.